ഇപ്പൊ നമ്മൾ 1-2 വർഷങ്ങളായിട്ട് ഓ മൈ ഗോഡ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മലയാളികൾ ഓ മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം 2024 സ്വർണ്ണവില 50,000 കടന്ന്. അമ്പോ 1,00,000 ഒരു പവനെന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കും മുമ്പ് അത് 1,00,000-അടുത്തെത്തി നിൽക്കുന്നു. 98,800 രൂപയാണ് ഇന്ന്. അപ്പൊ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ തന്നെ അത് 1,00,000 ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ 5 ലക്ഷം കിട്ടിയാൽ അല്ലെ 10 ലക്ഷം കിട്ടിയാൽ അല്ലെ 1 ലക്ഷം കിട്ടിയാൽ പെട്ടെന്ന് ജ്വല്ലറിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് സ്വർണം വാങ്ങി വെക്കുന്നതാണോ അതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് കാത്തിരിക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ ഗോൾഡ് എന്നത് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. പിന്നെ ഗോൾഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ യുദ്ധം ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ എന്ന സമയത്തായിരിക്കും ഇതിന്റെ പ്രൈസ് ഏറ്റവും കൂടുതൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ കരുതേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് ഗോൾഡ്. പക്ഷെ പലപ്പോഴും മലയാളിക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഗോൾഡിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇവർ ആഭരണങ്ങളിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സപ്പോസ് ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആഭരണം വാങ്ങിയെന്ന് വിചാരിച്ചോ, ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് 20% ലോസാണ്. കാരണം പണിക്കൂലി എന്നുള്ള രീതിയിൽ 20%. അതായത് അടുത്ത ആഴ്ച പോയി ഞാൻ അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടില്ല, എനിക്ക് 4 ലക്ഷം രൂപയെ എനിക്ക് കിട്ടുള്ളൂ. പിന്നെ പലപ്പോഴും എനിക്കൊരു പെൺകുട്ടിയാണ്, ഞാൻ ഇപ്പോഴേ ആഭരണം വാങ്ങി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം മുമ്പുള്ള ഫാഷൻ ആയിരിക്കില്ല ഇവർ കല്യാണം കഴിക്കാൻ പോണ സമയത്ത്. പണിക്കുറവ്, പിന്നെ പണിക്കൂലി, ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് നഷ്ടം വരും. ഫിസിക്കൽ ഗോൾഡിന് പകരം പേപ്പർ ഗോൾഡുകൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമുക്ക് ഗോൾഡ് ETF ഉണ്ട്, ഗോൾഡ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യൂവിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്താണോ വാല്യൂ അതനുസരിച്ച് പണം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗോൾഡ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് സൂക്ഷിക്കുക എന്നതാണ്. അത് വലിയൊരു റിസ്ക് ആണ്. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കള്ളം വരുമെന്ന് പേടിക്കണം. ഇന്ത്യയിൽ ലോക്കറിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ അവിടെയും നമ്മൾ വേറെ ചാർജ് എല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ ഗോൾഡ് ആകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ കരുതണം. എന്നാൽ ജ്വല്ലറി ആയിട്ട് ആഭരണമായിട്ട് കരുതുന്നതിന് പകരം ഈ തരത്തിലുള്ള ഒരു പേപ്പർ ഗോൾഡിലേക്ക് പോകുന്നത് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലാഭകരമാണ്.